നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് വീട്ടിലെങ്ങനെ പനീർ ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത്. ഈ പനീറിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ പനീർ നല്ല സോഫ്റ്റായിട്ടും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ടും നമുക്ക് തരുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. കടയിൽ വാങ്ങുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പം നമുക്ക് നോക്കാം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഈ പനീർ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 8 കപ്പ് പാലിന് മേളിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് വേണം. ഏകദേശം ഒരു 1/4 കപ്പ് നാരങ്ങ നീര് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി, അത് നമ്മുടെ തൈരാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പനീർ വേറെ ലെവലിൽ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റിയും ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ പാല് ചൂടാക്കാൻ വയ്ക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് പൊങ്ങി വരുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഈ കടയിലൊക്കെ വാങ്ങുന്ന പനീറും വീട്ടിൽ വാങ്ങുന്ന പനീറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു തവണ വീട്ടിലുണ്ടാക്കി നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കടയിൽ നിന്ന് വാങ്ങുന്ന പനീറിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. അതിലെന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്നൂടെ നമുക്കറിയില്ല. അതേസമയം വീട്ടിലിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് വേറെ എക്സ്ട്രാ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കാതെ വെറും 3 സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യണം. ഇപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ പാല് തിളപ്പിച്ചെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ പാല് പിരിഞ്ഞു വരും. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ, നമ്മുടെ പാലൊക്കെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പിരിഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ടെന്ന്. ഇനി നമ്മുടെ ജോലി ഇതിലെ വെള്ളവും മോയ്സ്റ്റും എല്ലാം കളഞ്ഞിട്ട് നല്ല കട്ടിക്ക് ഈ പിരിഞ്ഞ് കിടക്കുന്ന നമ്മുടെ ഈ പാലും തൈരും അതേപോലെ നാരങ്ങയും ചേർത്തിട്ടുള്ള മിക്സ് ഒരുമിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് പനീറായിട്ട് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കി നമ്മുടെ പിരിഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ കുറച്ച് അടിയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പ്രസ് ചെയ്തിട്ട് ടൈറ്റാക്കി എടുക്കുന്നത്. ഇതാണ് നമ്മുടെ പനീർ. ഇതിലെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്യണം. അതിന് മുന്നേ തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അത് നമ്മളിത് ഒരു തുണിയിലിട്ട് പിഴിഞ്ഞ് കെട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൈയൊന്നും പൊള്ളാൻ പാടില്ല. അതുകൊണ്ട് നല്ലപോലെ ഇത് തണുപ്പിക്കണം. അതിനുശേഷം നമുക്കൊരു സ്ട്രെയിനർ എടുത്തിട്ട് അതിലേക്ക് വൃത്തിയുള്ള ഒരു തുണി ഇടാം. ഞാൻ ഈ തുണി ചെറുതായിട്ടൊന്ന് നനച്ചിട്ടാണ് ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് പനീറും വെള്ളവും ചേർന്നിട്ടുള്ള ആ മിക്സ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലെ വെള്ളമെല്ലാം കളയണം. ഒട്ടും വെള്ളം ഇതിൽ പാടില്ല. അതിനു വേണ്ടിയിട്ട്
നമുക്ക് ഈ തുണി വെച്ച് നല്ലതുപോലെ ഇതൊന്ന് കെട്ടിയിട്ട് ഇതിലെ വെള്ളമെല്ലാം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കളയണം. ഇതാണ് ഇനി ഇതിൻ്റെ പ്രധാന ഒരു പാർട്ട്. ഇതിലെ വെള്ളം നമ്മൾ എങ്ങനെ കളയുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ പനീർ എത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത്. ഇതിൽ ഒരുപാട് വെള്ളം നമ്മളിപ്പം കളയുന്നുണ്ട്. ഇതേപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞ് നമുക്കിതിലെ വെള്ളം കളയണം. ഇതിങ്ങനെ ഒരു കിഴി മാതിരി കെട്ടിയിട്ട് അടിയിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ, ഇതിൽ നിന്ന് ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളിതിൽ നിന്ന് ഒരു മാതിരിയൊക്കെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം നമ്മൾ കളയുന്നില്ല. അപ്പം അത്രയും സ്ട്രെയിൻ ചെയ്യണ്ട. കാര്യം നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒന്ന് ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ചിലരൊന്നും അങ്ങനെ ചെയ്യാറില്ല. ജസ്റ്റ് ഇത് അങ്ങനെ പ്രസ് ചെയ്ത് ഇതിലെ വെള്ളമെല്ലാം കളയുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ നാരങ്ങയൊക്കെ ഒഴിക്കുന്നതല്ലേ, അപ്പോൾ അതിൽ നിന്ന് അത് പിരിയുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതേപോലെ പനീർ ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ബാഡായിട്ടുള്ള സ്മെല്ലൊന്നും അതിൽ വരികയില്ല. നമുക്കിതേപോലെ കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഇതിൽ ഒട്ടും വെള്ളം പാടില്ല. ഇപ്പോൾ വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്കത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് ഇതിന് മുകളിൽ കുറച്ച് വെയിറ്റ് വെക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഏത് രീതിയിലും വെക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു കിച്ചൺ ടിഷ്യൂ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ ആ ഒരു മിക്സ് വെക്കുക. കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാനൊരു ഇടികല്ലാണ് വെയിറ്റിന് വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ വെയിറ്റ് നല്ലതുപോലെ ഇരുന്ന് കുറേ നേരത്തിനുള്ളിൽ നമ്മുടെ ഈ പനീറൊക്കെ കറക്റ്റ് പെർഫെക്റ്റായിട്ട് ഷേപ്പിൽ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിൽ വലിയൊരു കല്ല് വയ്ക്കാം, അല്ലെങ്കിൽ വെയിറ്റുള്ള എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ചിട്ടായാലും ഇതിന് മുകളിലായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി നോക്കാം. ഇത് തുറന്ന് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ച് നേരം കൂടെ നമുക്കിതിന് മുകളിൽ വെയിറ്റ് വെക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ 2 മണിക്കൂറിനുള്ളിൽ തന്നെ പെർഫെക്റ്റായിട്ട് നല്ല ഷേപ്പിൽ തിക്കായിട്ട് തന്നെ നമ്മുടെ പനീർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം ഒന്ന് പരത്തിയെടുത്തത്. ഇനി നമുക്ക് ഒരു കട്ടറിൽ വെച്ചിട്ട് സൂക്ഷിച്ചിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തി വെച്ചിട്ട് ഞാൻ ഇതേപോലെ ആദ്യം തന്നെ നീളമുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നോക്ക്, നമ്മുടെ പനീറൊന്നും ഒരുപാട് പൊടിഞ്ഞു പോകുന്നേ ഇല്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ നീളമുള്ള ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. പനീറിൻ്റെ ക്യൂബായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിതേപോലെ കട്ട് ചെയ്ത് ഓരോ പീസും എടുക്കണം. ഇതിപ്പോൾ നമ്മൾ ആ തണുത്ത വെള്ളം ഒഴിച്ചതുകൊണ്ട് ഒരുപാട് സ്മെല്ലിനും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്മെല്ലുണ്ടാവും. പക്ഷേ പനീറിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലതുമാണ്. അതിഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെ ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാ പീസസും ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്ക്, നമ്മുടെ പനീറൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്ന്.
നല്ല സോഫ്റ്റുമാണ്, അതേസമയം ഇത് ഒട്ടും പൊടിഞ്ഞും പോകുന്നില്ല. നമ്മൾ ആ തൈരും കൂടെ ഒഴിച്ചത് കൊണ്ട് ഇതിൻ്റെ ടെക്സ്ചറേ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പനീറാണെങ്കിൽ അതൊക്കെ ഇന്ന് കടിക്കുമ്പം ചെറുതായിട്ട് ഒരു ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. വീട്ടിൽ വെച്ച ഒരു പനീർ ഒരു തവണയെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അത് കുറേ റബ്ബർ മാതിരി ഇരിക്കും. ഇത് നമുക്ക് അങ്ങനെയല്ല, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് മൂടി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. ഈ പനീർ ചെയ്യുമ്പം തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കറിയാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ വീട്ടിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി ഇതേ രീതിയിൽ വീട്ടിൽ പനീർ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്